ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഗുജറാത്തിൽ വന്നിട്ട് ഉള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. രാവിലെ മുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. ഒരു ചെറിയൊരു വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ രാവിലെ നമ്മൾ ഉപ്പുമാവും ചായയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ ഉപ്പ പുറത്ത് പോയി വന്നപ്പോൾ കരിമ്പ് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പാക്കറ്റിൽ ഇതുപോലെ കിട്ടും, അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ കവർ കാണിച്ചു തരുന്നത്, ഈ കവറൊക്കെ നമ്മളെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇവിടെ അതിനൊന്നൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഇതാ സാമ്പാറും ബീട്രൂട്ട് തോരന്, അച്ചാർ, ചമ്മന്തിപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇവിടെ ചിക്കനും ഫിഷൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വരുമൊന്നുമില്ല ഫിഷൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നിട്ട് അധികം വെജിറ്റേറിയനാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ 4 മണിക്ക് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ ഈവനിങ്ങിൽ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വഡോദര സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മൾ നിൽക്കുന്ന അടുത്തുനിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോവാൻ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അങ്ങനെ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. ഇവിടെ വന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലത്തെ പോലെ ബിൽഡിങ്ങുകൾ വെച്ചിട്ട് അതിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കുറവാണ് കേട്ടോ. കുറച്ച് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അധികം ആൾക്കാരും ഈ ഉന്തുവണ്ടിയിൽ അതുപോലെ ചെറിയ ചെറിയ പെട്ടി പീടികൾ ഉണ്ടാവില്ലേ, അതിലാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നത്. അത് അവർക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ രീതിയിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള കച്ചവടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഏതൊരു ടൗണിൽ ചെന്നാലും ഒരു റൂം എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നതിനെക്കാട്ടിലും ആൾക്കാർ ഇതുപോലെ ഉന്തുവണ്ടിയിൽ അതുപോലെ ചെറിയ പെട്ടിക്കടകളിലാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നത്. ഇതൊരു മേൽപ്പാലമാണ്. അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് അവിടെ തന്നെ കച്ചവടം ചെയ്യും, അവിടെ തന്നെ കിടന്നുറങ്ങും, അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യും. അതാണ് കേട്ടോ അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരാൾ ഇല്ലാത്തൊരാളാണെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ കൂടെ ചേർന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കുന്നൊരു സാഹചര്യമല്ല നമ്മളെ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എവിടെയാണോ കച്ചവടം ചെയ്യുന്നത് അവിടെ തന്നെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ അവർ രാത്രി കടന്നുറങ്ങും, അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യും. അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ നമുക്ക് ഗുജറാത്തിൽ വന്നാൽ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഒരു പഴയൊരു കൊട്ടാരമുണ്ട്. അപ്പോൾ അത് ഒരു മാർക്കറ്റാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഉള്ളത് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ ഈ ഫ്ലവർ ഉണ്ടല്ലോ, റോസ, മുല്ല, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിനേക്കാട്ടിലും വില കൂടുതലാണ് കേട്ടോ ഇവിടെ എന്ത് സാധനത്തിനും. പച്ചക്കറിക്കാണെങ്കിലും ഫ്രൂട്ട്സുകൾക്കാണെങ്കിലും നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു കിലോ മാമ്പഴത്തിന് 1.5 കിലോ 100 ആ രീതിയിലല്ല കിട്ടുക. ഇവിടെ വന്നാൽ 1 കിലോ 150 രൂപയ്ക്ക് കൊടുക്കണം. നല്ല വിലയാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കറങ്ങിയിട്ട് പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വൃത്തിയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പുറത്തുള്ള കടകൾക്ക് മുന്നിലൊക്കെ ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ വിസർജ്ജ വസ്തുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പച്ചക്കറിക്കും ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ പച്ചക്കറികളല്ല കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളെ നാട്ടിലത്തെ പോലെ കുമ്പളം, മത്തൻ, വെള്ളരി അങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ എന്താണോ ഇപ്പോൾ സീസണിലുള്ളത് ആ ഫ്രൂട്ട്സ് പച്ചക്കറികളാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഫ്രൂട്ട്സും അതുപോലെയാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പച്ചക്കറി കടയിൽ പോയാൽ അവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണോ സീസണായിട്ടുള്ളത് അത് മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുന്നത്.
മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഇവിടെ ഒരു ശിവൻ്റെ പ്രതിമ ഉണ്ട്, അത് കാണാനാണ് കേട്ടോ. ഒരു തടാകത്തിൻ്റെ നടുവിലായിട്ട് അതിപ്പോൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ ഉള്ളത്. ഇതിനു മുമ്പ് ഇത് ബ്ലാക്ക് ആയിരുന്നു, കറുപ്പ് നിറത്തിലായിരുന്നു. ഇപ്പോൾ അത് മോദി അത് മൊത്തം സ്വർണം പൂശിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡൻ നിറത്തിലാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുട്ടികളോ ഒക്കെ ആയിട്ട് അവിടെ തന്നെ തെരുവിൽ ജീവിക്കുന്നവരാണ് അവർ. അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റി. ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ, ഈ ശിവൻ്റെ അമ്പലം കാണാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് വറുത്ത കടലൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉന്തുവണ്ടി ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. വളകളുണ്ട്, നമ്മളെ തലയിൽ വെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, കുട്ടികൾക്കുള്ള ഡ്രസ്സ്, പിന്നെ ഡ്രസ്സിൻ്റെ മാർക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെടുത്തിട്ട് അതിൻ്റെ വില നമ്മൾ വില പേശണം കേട്ടോ. വില പേശി കഴിഞ്ഞാൽ അവർ നമ്മൾ എത്ര കണ്ട് വില പേശുന്നോ അത്ര കണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ ഉപ്പാക്കും ഞങ്ങൾക്കൊന്നും അതിനോടൊന്നും ഒട്ടും താല്പര്യമല്ല കേട്ടോ, ഡ്രസ്സ് വാങ്ങുക അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും. നമ്മളൊന്ന് മാർക്കറ്റിൽ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പോയിട്ട് അത് കാണാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു സാധനം അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ കൂടെ ചെയ്താൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ ഇത് നമ്മൾ ഈ ടൗണൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൗണിൽ തന്നെയുള്ള വഡോദരയിലുള്ള ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വീഡിയോ എടുത്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടുത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്.